ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിനായിട്ടുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. കേരളം പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങൾ എന്ന ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും PSC എക്സാമുകളിൽ, പ്രത്യേകിച്ച് പ്രിലിംസ് പോലുള്ള എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളം പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങൾ. സാധാരണ പോലെ ചെയ്യുന്നത് പോലെ തന്നെ 5 ഉത്തരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുട്ടനാട്, നാഫ്ത, അരൂർ, തൈക്കൽ. ഈ 5 ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടനാട് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിരവധി എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സമുദ്രനിരപ്പ് പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കേട്ടോ കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. നാഫ്ത എന്ന് കേട്ടിട്ടുണ്ടോ? നാഫ്ത എന്ന് പറയുന്നത് കായംകുളം താപവൈദ്യുത നിലയം, അങ്ങനെ വൈദ്യുത നിലയമുണ്ട്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയം, കായംകുളം താപവൈദ്യുത നിലയം. അപ്പോൾ നാഫ്ത എന്ന് പറയുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത എന്ന് പറയുന്നത്. അരൂർ, കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അരൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് ഫാക്ടറി. കൈവശം വളരെ മോശമാണ്, എന്തെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അരൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് ഫാക്ടറി അരൂരിലാണ്. തൈക്കൽ, പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് തൈക്കൽ എന്ന് പറയുന്നത്. പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് തൈക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുട്ടനാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെതർലാൻഡാണ് കുട്ടനാട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. നിരവധി എക്സാമ്പിൾ ചോദിച്ചുള്ള ചോദ്യമാണ്. അഷ്ടമുടിക്കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. നാഫ്ത എന്ന് പറയുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. അരൂർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് ഫാക്ടറിയാണ്. സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അരൂർ. തൈക്കൽ എന്ന് പറയുന്നത് പ്രാചീന കാലത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് തൈക്കൽ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത 5 ഉത്തരങ്ങൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോട്ടയം, വെള്ളൂർ, വീണ്ടും ഒരു കോട്ടയം എഴുതിയിട്ടുണ്ട്. TK മാധവൻ, MG സർവകലാശാല. അപ്പോൾ ഈ ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോട്ടയം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം ജില്ല. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. അടുത്തത് വെള്ളൂർ. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലാണ്. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ വെള്ളൂർ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലാണ്. വീണ്ടും ഒരു കോട്ടയം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയാണ്. സാഹിത്യപ്രവർത്തക
സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ല വീണ്ടും എഴുതിയിരിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയാണ്. ടി കെ മാധവൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. എം ജി സർവകലാശാല കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എം ജി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അതിരമ്പുഴയിലാണ്. മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അതിരമ്പുഴയിലാണ്. അതിരമ്പുഴ കോട്ടയം ജില്ലയിലാണ്. ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇവിടെ കോട്ടയം ജില്ല എഴുതിയിരിക്കുന്നത് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണമാണ് കോട്ടയം ജില്ല. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലാണ്. വീണ്ടും ഒരു കോട്ടയം എഴുതിയിരിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആസ്ഥാനം കോട്ടയമാണ്. അതുപോലെ തന്നെ ടി കെ മാധവൻ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. എം ജി സർവകലാശാല അതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതിരമ്പുഴ. എം ജി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് അതിരമ്പുഴയിലാണ്. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിലാണ് എം ജി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ചോദ്യോത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത 5 ഉത്തരങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കാനഡ, കുമളി, പള്ളിവാസൽ, മറയൂർ, മൂന്നാർ, ഇവയാണ് ആ 5 ഉത്തരങ്ങൾ. കാനഡ, നമ്മൾ കേരളം പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങൾ എന്ന് പറയുമ്പോൾ കാനഡ എങ്ങനെയാണെന്നൊന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാനഡക്ക് കേരളവുമായി ഒരു ബന്ധമുണ്ട്. അതായത് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കാനഡയുടെ സഹായത്തോടെയാണ്. കാനഡയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്. അടുത്തായിട്ട് കുമളി, തേക്കരുടെ കവാടമാണ് കുമളി. നിരവധി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കാനഡ ഇടുക്കി അണക്കെട്ടിൻ്റെ കാര്യവും നിരവധി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ ഈ കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുമളി തേക്കടിയുടെ കവാടമാണ്. തേക്കടിയുടെ കവാടം കുമളിയാണ്. അടുത്തായിട്ട് പള്ളിവാസൽ, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. മറയൂർ എന്ന് പറയുന്നത് ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് മറയൂർ. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. മൂന്നാർ, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മൂന്നാർ പട്ടണം എന്ന് പറയുന്നത്. മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ്. നിരവധി എക്സാമ്പിൾ ചോദിച്ച ചോദ്യമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. അപ്പോൾ മൂന്നാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. കാനഡ, ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കാനഡയുടെ സഹായത്തോടു കൂടിയാണ്. തേക്കടിയുടെ കവാടമാണ് കുമളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്. മൂന്നാർ, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. അടുത്തായിട്ട് 5 ഉത്തരങ്ങൾ വീണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. പള്ളിപ്പുറം കോട്ട, കാലടി, കാക്കനാട്, കോടനാട്, കൊച്ചി, ഈ 5 ഉത്തരങ്ങളാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. പള്ളിപ്പുറം കോട്ട കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. അങ്ങനെ ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറം കോട്ട. കാലടി, ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ്. ശ്രീശങ്കരാചാര്യർ അല്ലെങ്കിൽ ആദിശങ്കരൻ എന്നും പറയും.
ആദിശങ്കരൻ ജനിച്ച സ്ഥലമാണ് കാലടി എന്ന് പറയുന്നത്. ആദിശങ്കരൻ അല്ലെങ്കിൽ ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് കാലടി എന്ന് പറയുന്നത്. കാക്കനാട് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരള പ്രസ് അക്കാദമി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്. കോടനാട് എല്ലാവർക്കും അറിയാൻ പറ്റും. കോടനാട് കേരളത്തിലെ ഒരു പ്രധാന ആന പരിശീലന കേന്ദ്രമാണ്. കോടനാട് എന്ന് പറയുന്നത് ആന പരിശീലന കേന്ദ്രം. കേരളത്തിലെ പ്രധാന ആന പരിശീലന കേന്ദ്രമാണ് കോടനാട് എന്ന് പറയുന്നത്. കൊച്ചി ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ട വിമാനത്താവളമാണ് കൊച്ചി. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ട വിമാനത്താവളമാണ് കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ നിർമ്മിക്കപ്പെട്ട വിമാനത്താവളമാണ് കൊച്ചി. നമുക്ക് ഒന്നുകൂടി നോക്കാം. പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ടയാണ്. കാലടി ആദിശങ്കരൻ ജനിച്ച സ്ഥലമാണ് കാലടി. ആദിശങ്കരൻ അല്ലെങ്കിൽ ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് കാലടി. കാക്കനാട് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കാക്കനാടിലാണ്. കോടനാട് ആന പരിശീലന കേന്ദ്രമാണ്. കേരളത്തിലെ പ്രധാന ആന പരിശീലന കേന്ദ്രമാണ് കോടനാട് എന്ന് പറയുന്നത്. കൊച്ചി ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ നിർമ്മിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ സ്ഥാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ നിന്ന് PSC എക്സാമുകളിൽ ചോദിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നോട്ട്സുകൾ ഞാൻ ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു നോട്ട്സുമായിട്ട് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.